ഹായ്, ഇന്ന് കുറച്ച് ചിക്കൻ വറക്കാം. വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അര കിലോ ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കോൺഫ്ലോർ, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാം, പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം. എന്തായാലും കുഴപ്പമില്ല. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാല 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതലിടാം. ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത്, കാരണം മോൾക്കൊന്നും എരിവ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് മുളക് പൊടി കുറച്ചാണ് ഇട്ടുള്ളത്. ഉപ്പ് 1/2 സ്പൂൺ, കോൺഫ്ലോർ 1.5 സ്പൂൺ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. ഒരു 3-4 സ്പൂൺ വെള്ളം മതിയാവും. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാം. ഇനി അതല്ല, വെള്ളത്തിന് പകരം ചെറുനാരങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിൽ വേണമെങ്കിൽ വേപ്പിൻ്റെ ഇല, പുതിന ഇല അതൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. നന്നായിട്ട് മസാലയായിട്ട് കൂട്ടി യോജിപ്പിക്കാം. നല്ല മസാല പിടിക്കട്ടെ. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. 5 മിനിറ്റ് നേരം വേണമെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കത് തുറക്കാം. ഇനി വറക്കാനുള്ള പരിപാടികൾ നോക്കാം. ഓയിൽ അടുപ്പത്ത് വയ്ക്കാം. വറക്കുന്നതിനേക്കാൾ മുന്നേ ഈ ഓയിലിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ചിക്കൻ വറക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ചെറിയ സവോള എടുത്ത് ചെറുതായിട്ട് മുറിക്കാം. ചിക്കൻ വറക്കൽ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ ഭംഗിക്ക് വെച്ച് കൊടുക്കാനാണ്. വേറെ അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു രസം, അതിനു വേണ്ടി ചെയ്യണതാണ്. ചിക്കനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി പ്ലേറ്റിലേക്ക് ഇടാം.
ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് വറുത്തെടുക്കാം. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ചിക്കൻ ഇങ്ങനെ വറക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വറക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോള ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇടാം. ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിങ്ങായിട്ട് നമ്മളെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്കാട്ടാ. അപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി. ഇന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.